മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. അവർ ജനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ കടന്നു വന്ന് അവൻ്റെ സന്നിധിയിൽ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, എൻ്റെ പുത്രനിൽ കനിയണമേ. അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു. പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു. ഞാൻ അവനെ നിൻ്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു, പക്ഷേ അവനെ സുഖപ്പെടുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു പ്രതിപദിച്ചു, വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ, എത്ര നാൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും? എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിക്കും? അവനെ ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക. യേശു അവനെ ശ്വാസിച്ചു. പിശാച് അവനെ വിട്ടുപോയി. തൽക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു. നിൻ്റെ രോഗാവസ്ഥ എന്താണോ അതിവിടെ സമർപ്പിച്ച് ഇങ്ങനെ 33 പ്രാവശ്യം പ്രാർത്ഥിക്കുക. കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. എൻ്റെ ഇവിടെ കാരണം പറയുക. എൻ്റെ പനിയുടെ മേൽ കനിഞ്ഞ് രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ. കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. എൻ്റെ തലവേദനയുടെ മേൽ രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ. കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ. കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ. കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ. കർത്താവേ, ദാവീദിൻ്റെ പുത്ര, രോഗിയായ എന്നിൽ കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ. 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 കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണേ. രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ. കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. 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 രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ.